അല്ല, ഇത് ആ വലിയ പുഴയിലേക്കാണ് ഈ ഇത് ഒഴുകി പോകുന്നത്. ആ പുഴയിൽ ഉണ്ടാകുന്ന ജീവജാലങ്ങളെ വല്ലാതെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. വാഹനങ്ങളൊക്കെ പുഴയിൽ ഇറക്കി കഴുകരുന്നൊക്കെ നിയമമുണ്ട്. അപ്പോൾ ഇതുപോലെ മണ്ണെണ്ണ പുഴയിൽ ഒഴിക്കുന്നതിനെ കൊണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇവിടെ നമ്മളെ കീഴ്ത്തള്ളിയിലാണുള്ളത്. അതായത് കോർപ്പറേഷൻ്റെ കണ്ണായ സ്ഥലമാണ് ഈ ഒരു കീഴ്ത്തള്ളി പ്രദേശം. നമുക്ക് ഇവിടെ പോലീസ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് കീഴ്ത്തള്ളിയിൽ. അപ്പോൾ അവിടെ ഒരുപാട് വീടുകളുണ്ട്. ആ വീടിൻ്റെയൊക്കെ അവസ്ഥ ഇന്ന് ഇതുപോലെയാണ്, വലിയ കാടാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു വീട് ഇവരെടുത്തിട്ടിട്ട് ഇവർ വേറെ ഏതോ നാട്ടിൽ പോയി താമസിക്കും. അപ്പോൾ ഇതിൻ്റെ പരിസരത്ത് താമസിക്കുന്നവർ വലിയൊരു ദുരിതമാണ് ഇന്ന് അനുഭവിക്കുന്നത്. ഒരു കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ വീട്ടിൽ സമാധാനമായി ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള കാടുകൾ സൃഷ്ടിക്കുന്ന ആളുകൾ അവരുടെ വീടിൻ്റെ അടുത്താണ് ഇതുപോലൊരു കാടെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇന്നിപ്പോൾ കണ്ണൂർ മൗണ്ടൻ പരിശോധിക്കുന്നത് ഈ ഒരു കാട് കാരണം പകൽ സമയത്ത് പോലും ഒരു പകൽ സമയത്ത് ഒരു 12 മണിക്ക് പോലും റോട്ടിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കുറുക്കനും അതുപോലെ തന്നെ നായ്ക്കളൊക്കെയാണ് ഈ ഒരു റോട്ടിൽ വിഹരിക്കുന്നത്. നമുക്ക് ഈ പ്രദേശവാസികളോട് ചോദിക്കാം എന്താണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നമെന്ന്. നമുക്ക് കാണാം തൊട്ടടുത്തുള്ള വീടുകളൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ചോദ്യം ചെയ്യേണ്ടത്. കാരണം ഇതിൻ്റെ തൊട്ടടുത്ത വീട് വലിയൊരു കാട് പ്രദേശമായി മാറുന്നുണ്ട്. അത് നമുക്ക് ഈ വീട്ടുകാരോട് തന്നെ ചോദിക്കാം, ഇങ്ങനെ ആക്കി വെച്ചിട്ട് എന്താണ് കാര്യമെന്ന്. പേരെന്താ? ജിഷി. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീടിൻ്റെ അടുത്തൊക്കെ വലിയൊരു കാടും പ്രദേശം, വലിയൊരു കാട് ഉള്ളൊരു വീടാണ്. അപ്പോൾ നിങ്ങളെ വീട് കുറച്ച് വൃത്തിയാക്കി വെച്ചിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറയും? ഇപ്പോൾ വിഷമമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയൊരു പുലി അടുത്ത് കീഴ്ത്തള്ളിയിൽ പുലി ഇറങ്ങി എന്ന് പറയാൻ പറ്റുമോ? പുലി ഇറങ്ങി അടുത്ത് തന്നെ പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയ കാട് ഇതിന്റെ നടുക്കേ കൂടി നമ്മളെല്ലാം വണ്ടി എടുത്ത്, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്, വണ്ടി എടുത്തിട്ട് വരുമ്പോൾ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുള്ളം പന്നി മുറിയത്ത് കൂടിയാണ് പായുന്നത്. അത് മാത്രമല്ല വലിയൊരു പാമ്പിനെ ഇതിനുള്ളിൽ കണ്ടിട്ടുണ്ട്. അത് ചെറിയ കുട്ടികളെല്ലാം കളിച്ച് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിങ്ങനെ വീടിങ്ങനെ പൂട്ടിയിട്ടിട്ട് ഒന്നും വൃത്തിയാക്കാണ്ട് ഇവരിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയൽവക്കക്കാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാട് എത്രയും പെട്ടെന്ന് ഇത് ഇതാക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര അപകടം തന്നെ സംഭവിക്കും, അത് ഉറപ്പാണ്. ഇതുപോലെയുള്ള അടുത്തടുത്തുള്ള ഈ കാടിലെ വീടുകൾ ഒരു പോലീസിന്റെ ഒരു ക്വാർട്ടേഴ്സാണിത്. പോലീസ് ക്വാർട്ടേഴ്സ് എന്നാ പറയുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള കാടിലെ വീടുകൾ വൃത്തിയാക്കാൻ എന്തെങ്കിലും കോർപ്പറേഷനിലോ എന്തെങ്കിലും പറയാനായിട്ട് എന്തെങ്കിലും? കോർപ്പറേഷൻകാരോട് പറയാനുള്ളത് ആൾ താമസമില്ലാതെ വീട്ടിലെ ആൾക്കാരെ കണ്ടെത്തി അവരോട് ആദ്യം കാര്യങ്ങൾ സംസാരിക്കുക. ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർ വൃത്തിയാക്കുന്നതിൽ കോർപ്പറേഷൻകാർ മുൻകൈ എടുത്തിട്ട് ഇതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്ന്. അപ്പോൾ ഈ പകൽ സമയത്ത് കുറുക്കനൊക്കെ കണ്ടിട്ട് ആൾക്കാർ പകൽ സമയത്ത് കുറുക്കൻ മാത്രമല്ല, മുള്ളം പന്നി, പാമ്പ് എല്ലാം ഉണ്ട്. ഈ കുറുക്കൻ കടിച്ച ആരോടാ പരാതി പറയാ? നായി കടിച്ചാൽ ചിലപ്പോൾ വീട്ടുകാരോടോ അല്ലെങ്കിൽ കുറുക്കൻ കടിച്ചു കഴിഞ്ഞാൽ ആരോട് പരാതി പറയണ്ടേ? നായാകുമ്പോൾ വീട്ടിൽ വളർത്തുന്ന നായികളാകുമ്പോൾ വീട്ടിൽ പോയിട്ട് പരാതി പറയാം. കുറുക്കൻ കടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരോട് പോയിട്ട് പറയാനാ? തന്നെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ടീറ്റി അടിച്ചിട്ട് കിടക്കുവാന്നല്ലാണ്ട് വേറെ ഇതിനെന്താ വഴിയുള്ളത്? ഇരിക്കാനല്ലേ നമ്മൾ നോക്കണ്ടത്. കുറുക്കന്റെ ശല്യം ഉണ്ടോ? നല്ല രീതിയിലുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സമീപത്തുള്ള റജുല സതീശൻ എന്ന് പറഞ്ഞ ആളെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ അവർ ഒരു കൃഷിസ്ഥലം പന്നി നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. റജുലേച്ചി, നിങ്ങളെ കൃഷിസ്ഥലം പന്നി നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താണ് ഇങ്ങനെ വീടിൻ്റെ ഒരു സൈഡൊക്കെ വലിയൊരു ഫോറസ്റ്റ് പോലെയാണല്ലോ? ഞാനിവിടെ താമസം തുടങ്ങിയത് 2004 ആ സമയം മുതൽ ഈ ചുറ്റുവട്ടത്തുള്ള ഈ വീട് ഈ കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥ തന്നെയാണ്. അവരോട് നിരന്തരം നമ്മളത് വൃത്തിയാക്കി തരാൻ പറയലുണ്ട്. ഒരു പ്രാവശ്യം അവർ വൃത്തിയാക്കി തന്നു, പിന്നെ ഇപ്പോൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ നിന്ന് മൂർക്കം പാമ്പ് വരെ നമ്മളെ വീട്ടിലേക്കും പറമ്പിലേക്കും അകത്ത് വരെ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ മക്കളെല്ലാം ഉള്ള വീടാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ട്. അത് അല്ല, ഇപ്പോൾ ഈ പകൽ സമയത്ത് പോലും ഈ ഒരു കീഴ്ത്തള്ളിയിലേക്ക് കൂടി ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണ്ടോ? പകൽ സമയത്ത് പോലും ഇപ്പം കുറുക്കനെ വരെ ഇവിടെ കാണുന്നുണ്ട്. നായി, കുറുക്കൻ. ഇപ്പം എൻ്റെ മകൻ്റെ ഒരു സ്ഥലമുണ്ട് ഇതിൻ്റെ അപ്പുറം. അവിടെ തൈ കാര്യമെല്ലാം വെച്ചിട്ടുണ്ട്, അതെല്ലാം പന്നി നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ വലിയ നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇതെൻ്റെ മകൻ്റെ സ്ഥലമാണ്. ഒരാഴ്ച മുന്നെയാണ് ഞാനിത് JCB എല്ലാം വെച്ച് വൃത്തിയാക്കി ഇവിടെ തൈയെല്ലാം വെക്കേണ്ട സൗകര്യം ഉണ്ടായി. കുറേ പൈസ ചിലവാക്കിയിട്ടാണ് ഈ തെങ്ങും തൈയും മാവും പ്ലാവും എല്ലാം വെച്ച് പിടിപ്പിച്ചതാണ്. 2 ദിവസം മുന്നേ ഇവിടെ പന്നി കയറി എൻ്റെ തൈകളെല്ലാം നശിപ്പിച്ചു. വലിയ നഷ്ടമാണ് വരുത്തി വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ആയാൽ നമുക്കൊന്നും നടാനോ ഇതാക്കാനോ കഴിയില്ലല്ലോ. ഈ ശല്യം നമ്മൾ എങ്ങനെയാണ് തീർക്കുക? കോർപ്പറേഷൻ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. അപ്പോൾ വീട്ടമ്മയായ
രജില സതീശനാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അത് അവർ കഴിഞ്ഞ ദിവസം ഏകദേശം 50,000 രൂപ അടുത്ത് വരെ ചിലവാക്കിയിട്ട് തെങ്ങുകൾ, പന്നിയുടെ കാൽപ്പാടുകളൊക്കെ നമുക്കിത് കാണാം. അത് ചൂടോടെ പിഴുതെടുത്തിട്ട് ഇതുപോലെ നാമാവശേഷമാക്കി വെച്ചിരിക്കുന്നതാണ് ആ തെങ്ങുകളൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഒരു ജനങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ ഈ ഒരു കൃഷിയോട് താല്പര്യം കൃഷി ചെയ്യുക? ഇതാണ് കോർപ്പറേഷൻ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ആളില്ലാത്ത വീടുകളൊക്കെ താമസിക്കുന്നവർ അവരെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് വൃത്തിയാക്കുക, അല്ലെങ്കിൽ അത് സർക്കാരിലേക്ക് ഏറ്റെടുക്കുക എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ കണ്ണൂർ മൗണ്ടിന് പറയാനുള്ളത്. ഇതുപോലെ കഴിഞ്ഞ ദിവസം നട്ട തെങ്ങാണ് ഇതുപോലെ പന്നി നാമാവശേഷമാക്കിയിരിക്കുന്നത്. ശോഭേച്ച് നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട് കണ്ണൂർ മൗണ്ടിനോടൊപ്പം. അപ്പോൾ ഓരോ വീട്ടിലും ഈ ഒരു പ്രശ്നമുണ്ട്. ഓർ പറയുന്നത് വെച്ചാൽ എന്നെ നിങ്ങൾ വീഡിയോയിൽ കാണിക്കണ്ട, എങ്കിലും എനിക്ക് ഒരുപാട് പറയാനുണ്ടെന്ന് പറയുന്നത്. ശോഭേച്ച് എന്താണ് പറയാനുള്ളത്? ഇതിങ്ങനെ കാട് ഇതാക്കിയിട്ട് പന്നിയും മുളം പന്നിയും എല്ലാം വന്നിട്ട് എല്ലാം എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കത് കുട്ടികളും ഇതുമെല്ലാം ഉള്ളതല്ലേ. ഇപ്പോൾ കാട് വൃത്തിയായിട്ട് നമുക്കൊരിതായിട്ട് കിട്ടണം. പാമ്പിന്റെ ശല്യം ഉണ്ടോ? പാമ്പിന്റെ ശല്യം, കുറുക്കന്റെ ശല്യം ഉണ്ടോ? കുറുക്കനും എല്ലാം ഇപ്പൊ വല്ലാതെ നാശനഷ്ടം. മുള്ളം പന്നി ഉണ്ടോ? മുള്ളം പന്നിയും കാട്ടുപന്നി ഉണ്ടോ? കാട്ടുപന്നിയും പുലിയുണ്ടോ? പുലീന്റെയോ പുലീനെ അങ്ങനെ കണ്ടിനില്ല, എന്നാലും പുലീന്റെ ഇതും ഉണ്ട്. എല്ലാം ഇങ്ങനെ നശിപ്പിക്കുന്നതാണ് എല്ലാം ഓരോരി. അപ്പോൾ ഇനി പ്രതീക്ഷിക്കാം കീഴ്ത്തള്ളി ഏരിയയിൽ പുലി ഇറങ്ങിയെന്നും കൂടെ നമുക്ക് അടുത്ത് തന്നെ കേൾക്കേണ്ടി വരും അല്ലേ? അതുകൊണ്ട് നിങ്ങളെ എത്രയും വേഗം ഈ കാട് ചുറ്റും നമ്മളെ വീട്ടിന്റെ മുന്നിലും എല്ലാം വല്ലാതെ ഇതാവുള്ളേ. ചേട്ടാ പേരെന്താ? എൻ്റെ പേര് ശ്രീനിവാസൻ. ശ്രീനിയേട്ടാ, അപ്പോൾ ഈ കീഴ്ത്തള്ളി പ്രദേശത്ത് പകൽ സമയത്ത് പോലും ഒരാൾക്ക് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് കണ്ണൂർ മൗണ്ടൻ ഇത് ഒരു വാർത്തയാക്കാനായിട്ട് വന്നത്. എന്താണ് പറയാനുള്ളത്? പകൽ സമയത്ത് പോലും നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട് കുറേ കാലമായി. അത് ഈ വന്യജീവി അല്ലെങ്കിൽ പാമ്പ്, പന്നി മുതലായ ജീവികളുടെ ശല്യം മാത്രമല്ല. ഇവിടെ ഒരു കോളനി ഉണ്ട്. ഈ കോളനിക്കടുത്ത് നിർമ്മാണ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി കരാറുകാരൻ ഉപേക്ഷിച്ച കുറേ കല്ലും മണലും ഒക്കെ ഇവിടെ നീക്കിയിട്ട നിലയിലാണ്. ഒരുപാട് പെരുമ്പാമ്പുകളെ പോലും, മൂർഖൻ പാമ്പിനെ കാണാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. അതേപോലെ കാട്ടുപന്നി ശല്യം വളരെ രൂക്ഷമാണ്. അധികൃതരാരും തന്നെ ഈ മേഖലയെ അല്ലെങ്കിൽ കീഴ്ത്തള്ളിയിലെ പ്രദേശത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതുപോലെ റോഡിൻ്റെ ഇരുവശവും ഒരു ഭാഗത്ത് കുടിവെള്ളത്തിനായി കുഴിച്ചെടുത്ത പൈപ്പിട്ട ഒരു ഭാഗവും മറ്റേ ഭാഗത്ത് അദാനി ഗ്യാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി കണക്ഷന് വേണ്ടി കുഴിച്ചെടുത്ത ഒരു പൈപ്പ് ലൈനിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗവും അതേപടി നിൽക്കുക. ഏത് ഭാഗത്തു കൂടി ഹൈവേയിൽ എത്തിച്ചേരണമെങ്കിൽ വളരെയധികം പാടുപെട്ട് വേണം ചെല്ലാൻ. കുടിവെള്ളം ഉണ്ടോ? കിട്ടുന്നുണ്ടോ? കുടിവെള്ളം കിട്ടുമെന്ന് വെച്ചാൽ ഒരു ദിവസം പോലും താൽക്കാലം എങ്ങനെയോ ഇട്ടുപോയി പൈപ്പ്. അതല്ല, കഴിഞ്ഞ ദിവസമൊക്കെ വെള്ളം താഴേക്ക് ഒഴുകി പോകുന്നതാണ്. എങ്ങനെയും ഒരു ദിവസമെങ്കിലും പൈപ്പ് പൊട്ടാത്ത, അതായത് അന്നത്തെ ആ പ്രശ്നം തീർക്കുക വേഗത്തിൽ പൈപ്പിട്ടു എന്ന് വേണം പറയാൻ. അല്ല, മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാണ്, ഇതിന്റെ മുകളിൽ ഈ കല്ലിട്ട്, ഇപ്പൊ നമുക്ക് ഇവിടെ കാണാലോ കല്ലിട്ട്, ഇതിൻ്റെ അകത്ത് ഒരു എണ്ണ പോലത്തെ സാധനം ഒഴിച്ചിട്ട് കഴിഞ്ഞ ദിവസം ആ തോട്ടിലേക്ക് ഒഴുകിയല്ല ഒരു എണ്ണമയത്തിലെ സാധനം ഒഴുകി. വാഹനങ്ങളൊക്കെ തോട്ടിലെണ്ണയുടെ ഗന്ധമുള്ള ഒരു വസ്തുവാണ് അത്. ഇതിന്റെ മേലെ എന്തിനിട്ടുന്നോ എങ്ങനെ പിന്നെ അതിന് ശേഷമുള്ള ജോലി എന്താണെന്നോ അവർക്കേ അറിയും, നമുക്കറിയില്ല. അല്ല, ഇത് ആ വലിയ പുഴയിലേക്കാണ് ഈ ഇത് ഒഴുകി പോകുന്നത്. ആ പുഴയിൽ ഉണ്ടാകുന്ന ജീവജാലങ്ങളെ വല്ലാതെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. വാഹനങ്ങളൊക്കെ പുഴയിലിറക്കി കഴുകരുന്നൊക്കെ നിയമമുണ്ട്. അപ്പൊ ഇതുപോലെ മണ്ണെണ്ണ പുഴയിൽ ഒഴിക്കുന്നതിനെ കൊണ്ട് അവിടെയുള്ള പിന്നെ ആവാസ ത്തിലുള്ള ജീവജാലങ്ങളുണ്ടല്ലോ, ആമ, അതേപോലെ പിന്നെ മത്സ്യങ്ങൾ, അതുപോലുള്ള എല്ലാ ജീവജാലങ്ങളെയും അത് ഗണ്യമായി ബാധിക്കുന്ന ഒരു കാര്യം. എന്താണ് ഒരു പോംവഴി ഇനിയിപ്പം? ഈ പോംവഴി സർക്കാർ ഏറ്റെടുത്ത റോഡിൻ്റെ ഇരുവശത്ത് ഉള്ള പണി ഉടനെ നടപ്പിലാക്കുക. രണ്ടാമത്, ഈ പ്രദേശത്ത് നിങ്ങൾ കണ്ടല്ലോ, ഒരു വലിയ നിലയിൽ കാട് മൂടിയ നിലയിലാണ് ഉള്ളത്. ഒരു ദിവസം പോലും ഒരു മൂർഖൻ പാമ്പിനെ പോലും അല്ലെങ്കിൽ പെരുമ്പാമ്പിനെ പോലും കാണാത്ത, പ്രദേശവാസികൾ കാണാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. അപ്പോൾ കാട് ആരുതാണോ ഒന്നുകിൽ അവർക്ക് നേരിട്ട് നിർദ്ദേശം നൽകി കാട് വെട്ടിത്തെളിയിക്കണം, അല്ലെങ്കിൽ സർക്കാർ ഇടപെട്ട് അതിന് വേണ്ട നടപടിയെടുക്കണം. ഇവിടെ ഈ കാണുന്ന ചെറിയ തൈകൾ ഇന്നലെ വെച്ച
ഇതൊക്കെ കാട്ടുപന്നി തുറന്ന് കൊണ്ടുപോയി. കോർപ്പറേഷനോട് എന്താ പറയാനുള്ളത്? കോർപ്പറേഷനോട് പറയുക, ആരാണോ സ്ഥലത്തിൻ്റെ ഉടമകൾ ആ ഉടമയോട് ഈ കാട് വെട്ടി തെളിയിക്കാൻ ആവശ്യപ്പെടണം. അല്ലെങ്കിൽ അവർക്ക് പിന്നെ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് പണം ഈടാക്കിക്കൊണ്ട് കോർപ്പറേഷൻ തന്നെ മുന്നിട്ടിറങ്ങി കാട് വെട്ടി തെളിയിക്കണം. അപ്പോൾ ഇതൊരു സമീപത്തുള്ളൊരു കോളനിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരത്ത് താമസിക്കുന്ന ശ്രീനിയേട്ടനാണ് ഇന്ന് നമ്മൾ കണ്ണൂർ മൗണ്ടനോടൊപ്പം ചേർന്നത്. അപ്പോൾ അവർ പറയുന്നത് ഒരു പകൽ സമയത്ത് പോലും കീഴ്ത്തള്ളി പ്രദേശത്തൂടെ ഒന്ന് ഇറങ്ങി നടക്കാൻ പറ്റില്ല. മറ്റൊന്ന് റോഡിൻ്റെ ശോചനീയാവസ്ഥയും, ഒരു വശത്ത് കുടിവെള്ളത്തിൻ്റെത്, മറുവശത്ത് ഗെയിൽ പൈപ്പ് ലൈൻ. അങ്ങനെ കുടിവെള്ളത്തിൻ്റെയും ഗെയിൽ പൈപ്പ് ലൈനിൻ്റെയും ഈ കീറി മുറിച്ചതല്ലാതെ കുടിവെള്ളം ആർക്കും കിട്ടുന്നില്ല. ഇതിൻ്റെ ദുരിതം ജനങ്ങൾ അനുഭവിക്കുകയും വേണം. എത്രയും പെട്ടെന്ന് നമ്മുടെ കോർപ്പറേഷൻ ഈ ഒരു അനുഭവം നേരിൽ കണ്ടറിഞ്ഞിട്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് കണ്ണൂർ മൗണ്ടൻ ആവശ്യപ്പെടുകയാണ്. കാരണം പകൽ സമയത്ത് പോലും ഒരുപാട് അപകടം സംഭവിച്ചിട്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മുന്നേ കുറുക്കൻ കടിച്ചാലും അല്ലെങ്കിൽ കാട്ടുപന്നി കുത്തിയാലൊക്കെ അപകടം വലിയ രീതിയിലുണ്ടാവും. അപ്പോൾ അത് സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിനു മുമ്പായിട്ട് കോർപ്പറേഷൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്നാണ് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത്.